ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് പലർക്കും ഒരു മുൻവിധിയുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് വളരെ വിചിത്രവും സങ്കീർണവുമായ ഒരു വിഷയമാണ്. അതിലെ പ്രതിഭാസങ്ങളൊക്കെ പ്രത്യേക സംവിധാനങ്ങളുള്ള പരീക്ഷണശാലകളിൽ വെച്ച് ശാസ്ത്രജ്ഞർക്ക് മാത്രമേ പരീക്ഷിച്ച് നോക്കാൻ കഴിയൂ. നമ്മളെപ്പോലുള്ളവർക്കൊന്നും നേരിട്ട് അനുഭവിച്ചറിയാനോ പരീക്ഷിച്ച് സ്ഥിരീകരിക്കാനോ പറ്റുന്ന പ്രതിഭാസങ്ങളല്ല അവയൊന്നും എന്നൊക്കെയുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പരീക്ഷിച്ച് സ്ഥിരീകരിക്കാവുന്ന ഒന്നാണ്. ഏകദേശം 120 വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശത്തിൻ്റെ ഇരട്ട സ്വഭാവം, അതായത് പ്രകാശം ഒരേ സമയം തരംഗവും കണികയുമാണെന്നുള്ള കണ്ടെത്തലിലൂടെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ ആരംഭിക്കുന്നത്. പിന്നീട് ഇലക്ട്രോൺ പോലെയുള്ള സബാറ്റമിക് കണികകളിൽ ഇതേ സ്വഭാവം കണ്ടെത്തുകയുണ്ടായി. ഇലക്ട്രോൺ എന്നത് മാസ്സുള്ള ഒരു കണികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരമൊരു കണികയ്ക്ക് എങ്ങനെ തരംഗമാകാൻ കഴിയും എന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു. എന്നാൽ പിന്നീട് ഇലക്ട്രോണുകളിൽ മാത്രമല്ല, ഇലക്ട്രോണിനേക്കാളും ലക്ഷക്കണക്കിന് ഇരട്ടി മാസ്സുള്ള തന്മാത്രകൾക്ക് വരെ തരംഗ സ്വഭാവം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വസ്തുവിന് ഒരേ സമയം എങ്ങനെ തരംഗവും കണികയും ആകാൻ സാധിക്കും എന്നതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ മിക്ക വിചിത്രതകളുടെയും ഉറവിടം. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന പ്രകാശത്തിൻ്റെ ഈ ഇരട്ട സ്വഭാവം നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അതിന് വളരെ വിലപിടിപ്പുള്ള ഒരു പരീക്ഷണ ഉപകരണത്തിൻ്റെയും ആവശ്യമില്ല. ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും ഒക്കെ നമ്മൾ കാണാറുള്ള കളിപ്പാട്ട കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ചില വസ്തുക്കൾ മാത്രം മതി ഈ പരീക്ഷണങ്ങൾ സ്വന്തമായി നടത്തി ബോധ്യപ്പെടാൻ. ആ പരീക്ഷണങ്ങൾ എങ്ങനെ നടത്താമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി കാണാൻ പോകുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഇത് സ്വന്തമായിട്ട് പരീക്ഷിച്ച് നോക്കാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രകാശം ഒരേ സമയം തരംഗവും കണികയാണെന്നാണ് പരീക്ഷണങ്ങൾ വഴി നമുക്ക് ഇന്ന് തെളിയിക്കേണ്ടത്. പ്രകാശത്തിൻ്റെ ഈ രണ്ട് സ്വഭാവങ്ങളും രണ്ട് വ്യത്യസ്ത പരീക്ഷണങ്ങൾ വഴിയാണ് നമ്മൾ സ്ഥിരീകരിക്കാൻ പോകുന്നത്. പ്രകാശം തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് തോമസ് യങ് എന്ന ശാസ്ത്രജ്ഞൻ 1801 നടത്തിയ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് വഴിയാണ്. ഇതേ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് വഴി തന്നെയാണ് ഇലക്ട്രോണിൻ്റെയും മറ്റ് കണികകളുടെയും തരംഗ സ്വഭാവം തെളിയിക്കപ്പെട്ടത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പരീക്ഷണമാണ് ഡബിൾ സ്ലിറ്റ് പരീക്ഷണം. അതുകൊണ്ട് ആ പരീക്ഷണമാണ് നമ്മൾ ആദ്യം ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യം ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ തുടർച്ചയായിട്ട് ടെന്നീസ് ബോളുകൾ തൊടുത്തു വിടുന്ന ഒരു മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കാം. അതുപയോഗിച്ച് നമ്മളൊരു ചുമരിലേക്ക് ഇങ്ങനെ ടെന്നീസ് ബോളുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മെഷീന് കുറച്ച് കൃത്യത കുറവുള്ളത് കൊണ്ട് ആ ബോളുകളൊക്കെ തന്നെ ചുവരിൽ പതിക്കുന്നത് ഒരൊറ്റ പോയിന്റിലായിരിക്കില്ല. ചുവരിലെ ഒരു ഭാഗത്തായിട്ട് ഒരല്പം പരന്ന് ഏകദേശം ഇതുപോലെ ആയിരിക്കും ആ ബോളുകൾ ചുവരിൽ പതിക്കുന്നത്. ഇനി ആ മെഷീനും ചുവരിനും ഇടയിൽ നമ്മളൊരു തടസ്സം വെച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ തടസ്സത്തിൽ രണ്ട് നീളത്തിലുള്ള സ്ലിറ്റുകൾ അഥവാ പൊഴികൾ ഇട്ടു എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ബോൾ തൊടുത്തു വിടുമ്പോൾ അതിൽ കൂടുതൽ ബോളുകളും ഈ തടസ്സത്തിൽ തട്ടി തിരിച്ചു പോരും. എന്നാൽ ഈ പൊഴികളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന ബോളുകൾ മാത്രം ആ ചുമരിൽ ചെന്ന് പതിക്കും. അങ്ങനെ പതിക്കുന്ന ബോളുകൾ കൃത്യം ഈ പൊഴികളുടെ അതേ ഷേപ്പിൽ രണ്ട് വരകളായിട്ടായിരിക്കും ചുവരിൽ പതിക്കുക. ഇക്കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. കാരണം ടെന്നീസ് ബോളുകൾ എങ്ങനെ പെരുമാറുന്നു നമുക്ക് നല്ല പോലെ അറിയാം. ഇനി ഈ മെഷീൻ ഉപയോഗിച്ച് പന്തുകൾ തൊടുത്തു വിടുന്നതിന് പകരം ഒരു ലേസറിൽ നിന്നുള്ള പ്രകാശമാണ് നമ്മൾ ഈ ചുവരിലേക്ക് അടിക്കുന്നതെന്ന് വിചാരിക്കാം. ഏകദേശം വട്ടത്തിലുള്ള പ്രകാശത്തിൻ്റെ ഒരു കൊച്ചു ബിന്ദു ഈ ചുവരിൽ പതിക്കുന്നത് നമുക്ക് കാണാം. ഇനി നേരത്തെ പോലെ തന്നെ രണ്ട് സ്ലിറ്റുള്ളൊരു പ്ലേറ്റ് ഈ ലേസറിൻ്റെ മുന്നിൽ സ്ഥാപിച്ചു എന്ന് വിചാരിക്കാം. ലേസറിൽ നിന്നും വരുന്ന പ്രകാശം ഈ രണ്ട് സ്ലിറ്റിലും ഒരേ സമയം ഒരുപോലെ പതിക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ലേസറിൽ നിന്നുള്ള കൂടുതൽ പ്രകാശവും ഈ പ്ലേറ്റിൽ തട്ടി നിൽക്കും. അതുകൊണ്ട് പഴയ പോലെയുള്ള ഒരു പ്രകാശ ബിന്ദു ഈ ചുവരിൽ വരില്ല. എന്നാൽ ഈ രണ്ട് സ്ലിറ്റിലൂടെയും കടന്നു പോകുന്ന പ്രകാശം ചുവരിൽ പതിക്കുമ്പോൾ കൃത്യം ഈ സ്ലിറ്റിൻ്റെ ഷേപ്പിൽ രണ്ട് വരകളാണ് നമ്മൾ പ്രതീക്ഷിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരമൊരു ഇമേജ് അല്ല നമുക്ക് ഈ ചുവരിൽ കിട്ടുക. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഇമേജാണ് നമുക്ക് ഈ ചുവരിൽ കിട്ടുക. അതാണ് ഈ പരീക്ഷണം വഴി നമ്മൾ സ്ഥിരീകരിക്കാൻ പോകുന്നത്. ഇതിനായി രണ്ട് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒന്ന്, ഒരു ലേസർ ലൈറ്റ്. അങ്ങനെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ലേസറൊന്നും വേണ്ട. 100-200 രൂപയ്ക്ക് ടോയ്സ് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു ലേസർ മതി. ഇത്തരം ലേസറുകൾക്കൊക്കെയുള്ള ഒരു പ്രധാന കുഴപ്പം അവയുടെ സ്വിച്ച് കൈകൊണ്ട് തുടർച്ചയായിട്ട് ഞെക്കി പിടിച്ചാൽ മാത്രമേ അത് കത്തി നിൽക്കൂ എന്നുള്ളതാണ്. അങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ലേസറിൻ്റെ പ്രകാശബിന്ദു ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ അനക്കാതെ തന്നെ പിടിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ട് കൈകൊണ്ട് ഞെക്കി പിടിക്കാതെ തന്നെ അവയെ തുടർച്ചയായിട്ട് കത്തിച്ച് നിർത്താൻ എന്തെങ്കിലും ഒരു സൂത്രം നമ്മൾ ചെയ്യണം. ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ സ്വിച്ച് അമർത്തി പിടിച്ച നിലയിൽ ഒരു ടേപ്പ് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 സ്ലിറ്റുകളുള്ള ഒരു തടസ്സമാണ്. പ്രകാശം കടക്കാത്ത രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ അടുത്തടുത്തായിട്ട് 2 സ്ലിറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലേസറിൽ നിന്നുള്ള പ്രകാശം പതിക്കുന്ന ബിന്ദു വളരെ ചെറുതായിരിക്കും. ഏതാനും മില്ലിമീറ്റർ അതിൻ്റെ വ്യാസം കാണും. എന്നാൽ ആ പ്രകാശം ഈ 2 സ്ലിറ്റിലും ഒരേ സമയം ഒരുപോലെ പതിക്കണം. അതിനായിട്ട് ഈ സ്ലിറ്റുകൾ വളരെ അടുപ്പിച്ച് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ഈ സ്ലിറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ഈ ഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ച് ഈ 2 സ്ലിറ്റും കൂടെ ഒന്നാവാതെ നോക്കുകയും വേണം. വളരെ കനം കുറഞ്ഞ ബ്ലേഡ് തീയിൽ വെച്ച് ചൂടാക്കിയ ശേഷം പ്ലാസ്റ്റിക്കിൽ ഈ സ്ലിറ്റുകൾ ഉണ്ടാക്കാൻ കഴിയും. ഇനി പ്ലാസ്റ്റിക് കിട്ടിയില്ലെങ്കിൽ അലുമിനിയം ഫോയിലിൽ ബ്ലേഡ് ഉപയോഗിച്ചും ഇത്തരം സ്ലിറ്റുകൾ ഉണ്ടാക്കാം. ഇനി 5-6 മീറ്റർ നീളമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ലേസറും ഈ സ്ലിറ്റുകളും ഒരേ ലെവലിൽ നേർരേഖയിൽ വരത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. സ്റ്റൂളുകളും പുസ്തകങ്ങളും ഒക്കെ വെച്ച് ഈ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലേസറിൽ നിന്നും ഏകദേശം 1 മീറ്റർ അകലത്തിലാണ് ഈ സ്ലിറ്റുകൾ സെറ്റ് ചെയ്യേണ്ടത്. ലേസറിൽ നിന്നും വരുന്ന പ്രകാശം ഈ 2 സ്ലിറ്റിലും ഒരേ സമയം ഒരുപോലെ പതിക്കത്തക്ക രീതിയിലായിരിക്കണം നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അതിന് പാകത്തിന് ഈ ദൂരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ലേസറിൽ നിന്നും വരുന്ന പ്രകാശം പതിക്കത്തക്ക രീതിയിൽ ഈ സ്ലിറ്റിൽ നിന്നും ഒരു 5 മീറ്റർ ദൂരത്തിൽ ഒരു ചുവരുണ്ടായിരിക്കണം. അത് വെളുത്ത പെയിൻ്റ് അടിച്ച ചുവരാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അവിടെ വെളുത്ത പേപ്പർ ഒട്ടിച്ചാലും മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസറിൻ്റെ സ്വിച്ചിൻ്റെ മേലെ ഒരു ടേപ്പ് ചുറ്റി അത് എപ്പോഴും കത്തി നിൽക്കുന്ന അവസ്ഥയിലാക്കണം. എന്നിട്ട് ഈ ചുവരിൽ ലേസറിൻ്റെ പ്രകാശം പതിക്കത്തക്ക രീതിയിൽ ലേസർ സെറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് സ്ലിറ്റുകൾ അടങ്ങുന്ന ഈ തടസ്സം ഇടയിൽ ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ലേസറിൽ നിന്നുള്ള പ്രകാശം 5.5 മീറ്ററോളം ദൂരത്തിലുള്ള ഈ ചുവരിൽ ചെന്ന് പതിക്കുമ്പോൾ ഏകദേശം 2 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പ്രകാശ ബിന്ദുവാണ് ഉണ്ടാകുന്നത്. അത് നല്ലപോലെ ഷാർപ്പും ബ്രൈറ്റുമായിട്ടുള്ള ഒരു പ്രകാശ ബിന്ദുവാണ്. ചുറ്റുമുള്ള ഏരിയ ഒക്കെ ഡാർക്ക് ആയതുകൊണ്ട് പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലം ക്യാമറയിൽ ഇത് വ്യക്തമായിട്ട് ഫോക്കസ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഒരല്പം പരന്ന പോലെ തോന്നിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കുറേ കൂടി വ്യക്തതയുണ്ട്. ഇനി ലേസറിൻ്റെ ഏകദേശം 1 മീറ്റർ മുമ്പിലായിട്ട് സ്ലിറ്റുകളുള്ള ഈ തടസ്സം വെക്കണം. സ്വാഭാവികമായും ചുവരിലെ പ്രകാശ ബിന്ദുവിൻ്റെ തീവ്രത കുറയും. കാരണം വളരെ കുറച്ച് പ്രകാശം മാത്രമേ ഈ സ്ലിറ്റുകളിലൂടെ കടന്ന് അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ. നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ഈ 2 സ്ലിറ്റുകളിലൂടെ കടന്നു പോകുന്ന പ്രകാശം 2 ചുവന്ന വരകളായി ആ ചുവരിൽ പതിക്കുമെന്നാണ്. എന്നാൽ ശരിക്കും സംഭവിക്കുന്നത് അതല്ല. ഒന്ന്, ഇപ്പോൾ ആ പ്രകാശ ബിന്ദുവിൻ്റെ വലിപ്പം നേരത്തെ പോലെ 2 സെൻറ്റിമീറ്റർ അല്ല, അതിപ്പോൾ നല്ല പോലെ പരന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രകാശം പതിക്കുന്ന സ്ഥലത്തിൻ്റെ നീളം ഏകദേശം 40 സെൻറ്റിമീറ്ററിൽ കൂടുതലുണ്ട്. മുൻപ് പ്രകാശം പതിക്കാത്ത സ്ഥലങ്ങളിൽ പോലും സ്ലിറ്റ് വെച്ച് കഴിയുമ്പോൾ പ്രകാശം പതിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഈ സ്ലിറ്റുകൾക്ക് സമാനമായ 2 പ്രകാശ ലൈനുകളല്ല അപ്പുറത്ത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രകാശമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് വരകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരെ ഉയരം കുറഞ്ഞ വരകളായതുകൊണ്ട് വരകൾക്ക് പകരം ബ്രൈറ്റും ഡാർക്കുമായിട്ടുള്ള കുത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മാത്രം. അതിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളത് നടുക്കിലത്തെ കുത്താണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളിട്ട 2 സ്ലിറ്റിൻ്റെ നടുക്കുള്ള പോർഷനിൽ ശരിക്കും തടസ്സമാണുള്ളത്. ആ തടസ്സത്തിൻ്റെ നേരെയാണ് നമുക്ക് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് കിട്ടുന്നത്. അതിൻ്റെ ഇരുവശത്തായിട്ട് 2 ഡാർക്ക് ഏരിയകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഇരുവശത്തായിട്ട് നടുക്കുള്ളതിനേക്കാൾ കുറച്ച് പ്രകാശം കുറവുള്ള 2 സ്പോട്ടുകൾ കാണാം. അതിൻ്റെയും ഇരുവശത്തായിട്ട് വീണ്ടും 2 കറുത്ത വരകൾ. അങ്ങനെ ഒരുപാട് ബ്രൈറ്റും ഡാർക്കും വരകൾ അല്ലെങ്കിൽ ബിന്ദുക്കൾ നമുക്കവിടെ കാണാൻ കഴിയും. സെൻറ്ററിൽ നിന്നും സൈഡിലേക്ക് നീങ്ങും തോറും ആ ബ്രൈറ്റ് സ്പോട്ടുകളുടെ പ്രകാശ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. സ്ലിറ്റുകളുള്ള ഈ തടസ്സം എടുത്തു മാറ്റിയാൽ വീണ്ടും പഴയ പോലെ ചെറിയ ഒരൊറ്റ പ്രകാശ ബിന്ദു മാത്രമേ ഉണ്ടാവൂ. സ്ലിറ്റുകൾ വെച്ചാൽ നല്ല പോലെ പരന്ന ബ്രൈറ്റും ഡാർക്കുമായിട്ടുള്ള ഒരുപാട് വരകൾ കാണാൻ കഴിയും. ഈ കാണുന്നതിനെയാണ് ഇൻ്റർഫറൻസ് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഈ സ്ലിറ്റ് വെച്ച് കഴിയുമ്പോൾ സ്ലിറ്റിൻ്റെ അതേപോലെ തന്നെയുള്ള 2 പ്രകാശ വരകൾ കിട്ടുന്നതിന് പകരം ഇത്തരത്തിൽ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നു എന്നതാണ് പ്രകാശം തരംഗമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ്. കാരണം ഇൻ്റർഫറൻസ് എന്നത് തരംഗങ്ങളുടെ മാത്രം ഒരു അടിസ്ഥാന സ്വഭാവമാണ്. തരംഗങ്ങളല്ലാത്ത കണികകളായിട്ടുള്ള വസ്തുക്കൾക്ക് ഇൻ്റർഫറൻസ് പാറ്റേൺ ഉണ്ടാക്കാൻ കഴിയില്ല.
നമ്മൾ ടെന്നീസ് ബോളുകൾ ഉപയോഗിച്ചുള്ള ഉദാഹരണത്തിൽ സ്ലിറ്റുകൾ വെച്ചപ്പോൾ ആ സ്ലിറ്റിൻ്റെ അതേ ഷേപ്പിൽ മാത്രമേ ബോളുകൾ പതിച്ചിരുന്നുള്ളൂ എന്ന് ഓർക്കണം. എന്താണ് ഇൻ്റർഫറൻസ് എന്നും അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നും ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടുന്നത് തരംഗ സ്വഭാവത്തിൻ്റെ തെളിവാകുന്നത് എങ്ങനെയാണെന്നും വിശദീകരിക്കുന്ന ഒരു ഫുൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ആദ്യകാല വീഡിയോകളിൽ ഒന്നായിരുന്നു അത്. അതിൻ്റെ ചെറിയ പോരായ്മകൾ അതിനുണ്ടാവും, എങ്കിലും അത് കണ്ടിരിക്കുന്നത് നന്നായിരിക്കും. പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം തെളിയിക്കുന്ന ഈ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ലോകപ്രസിദ്ധമാണ്. ഈ പരീക്ഷണം പിന്നീട് പലതരത്തിലും പല വസ്തുക്കളും ഉപയോഗിച്ചും മാറ്റിയും മറിച്ചും ഒക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഇതിലും വിചിത്രമായ റിസൾട്ടുകളാണ് കിട്ടിയത്. അതിൽ തന്നെ ഡിലേഡ് ചോയ്സ് ക്വാണ്ടം ഇറൈസർ എക്സ്പെരിമെൻറ്റ് എന്ന പരീക്ഷണത്തിൻ്റെ റിസൾട്ട് ഇന്നും ഒരു നിഗൂഢതയാണ്. അതിനെക്കുറിച്ചും ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ കണികാ സ്വഭാവം തെളിയിക്കുന്ന പരീക്ഷണത്തിലേക്ക് പോകാം. അത് കുറച്ചുകൂടി ഈസിയാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഇൻവിസിബിൾ ഇങ്ക് അഥവാ അദൃശ്യമായ മഷിയുള്ള പേനയാണ്. കുട്ടികൾക്ക് കളിക്കാനായി കിട്ടുന്ന സാധനമാണ്. ഇത് വെച്ച് നമ്മളൊരു കടലാസിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതിയതൊന്നും തന്നെ കാണാൻ കഴിയില്ല. എന്നാൽ ഈ പേനയുടെ പിറകിലുള്ള ഈ പ്രത്യേക വെളിച്ചം അടിച്ച് നോക്കിയാൽ ഈ മഷി ഉപയോഗിച്ച് എഴുതിയ അക്ഷരങ്ങൾ തിളങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മൾ സാധാരണ പച്ച മഷി കൊണ്ട് എഴുതിയിട്ട് ചുവപ്പ് വെളിച്ചം കൊണ്ട് നോക്കിയാൽ എഴുതിയത് നമുക്ക് അപ്പോഴും കാണാൻ സാധിക്കും. പച്ച കളറിന് പകരം കറുപ്പ് കളറിലാണ് നമ്മൾ കാണുക എന്ന് മാത്രം. അപ്പോൾ ഒരു കളറിലുള്ള മഷി ഉപയോഗിച്ച് എഴുതിയാൽ അതേ കളർ പ്രകാശം തന്നെ ഉപയോഗിക്കണം എന്നില്ല നമുക്ക് എഴുതിയത് കാണാനായിട്ട്. വേറെ കളറിലുള്ള പ്രകാശം ഉപയോഗിച്ചാലും നമുക്കത് കാണാൻ കഴിയും. എഴുതിയ കളറിലല്ല കാണുക എന്ന് മാത്രം. എന്നാൽ ഈ കേസിൽ ഈ ഒരു മഷി ഉപയോഗിച്ച് എഴുതിയാൽ നമ്മുടെ സാധാരണ പ്രകാശത്തിൻ്റെ ഏത് കളർ ഉപയോഗിച്ച് നോക്കിയാലും അത് കാണാൻ കഴിയില്ല. അതിപ്പോൾ എത്ര തീവ്രതയുള്ള പ്രകാശം ഉപയോഗിച്ച് നോക്കിയാലും എത്ര അധികം നേരം പ്രകാശം അടിച്ചാലും ഈ അക്ഷരങ്ങൾ തെളിഞ്ഞു വരില്ല. ഈ ഒരു പ്രത്യേക കളറിലുള്ള പ്രകാശം അടിച്ചാൽ മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കൂ. അതിന് കാരണം ഇത് നമ്മുടെ സാധാരണ മഷി പോലത്തെ മഷിയല്ല. ഇത് ഫ്ലൂറസൻ്റ് മഷിയാണ്. നമ്മൾ ഇതിലേക്ക് അടിക്കുന്നത് അൾട്രാ വയലറ്റ് പ്രകാശമാണ്. അൾട്രാ വയലറ്റ് പ്രകാശം നമുക്ക് ശരിക്കും കാണാൻ കഴിയില്ല. പക്ഷെ നമ്മൾ അടിക്കുന്ന ഈ പ്രകാശത്തിൽ നോർമൽ വിസിബിൾ വയലറ്റ് പ്രകാശം കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്കിത് ചെറുതായിട്ടെങ്കിലും കാണാൻ കഴിയുന്നത്. അൾട്രാ വയലറ്റ് പ്രകാശം അടിക്കുമ്പോൾ ഈ മഷിക്കകത്തുള്ള തന്മാത്രകളിലെ ചില ഇലക്ട്രോൺസ് അവയുടെ നോർമൽ സ്റ്റേജിൽ നിന്നും ഒരു എക്സൈറ്റഡ് സ്റ്റേജിലേക്ക് ചാടും. അങ്ങനെ ചാടാൻ ഒരു നിശ്ചിത അളവിലുള്ള ഊർജം വേണം. ആ ഊർജം ഈ അൾട്രാ വയലറ്റ് പ്രകാശത്തിൽ നിന്ന് എടുക്കും. അവ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് മടങ്ങി വരുമ്പോൾ എടുത്ത ഊർജം പുറത്തേക്ക് വിടും. അതിൽ കുറച്ച് ഊർജം ഈ തന്മാത്രയുടെ വൈബ്രേഷനായി മാറും. ബാക്കിയുള്ള ഊർജം വിസിബിൾ പ്രകാശമായിട്ട് പുറത്തേക്ക് വിടും. അതാണ് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നത്. അപ്പോഴാണ് നമ്മളതിനെ കാണുന്നത്. ഈ പ്രക്രിയയാണ് ഫ്ലൂറസെൻസ് എന്ന് വിളിക്കുന്നത്. വിസിബിൾ പ്രകാശത്തിലെ ഏത് കളർ അടിച്ചാലും ഈ പ്രത്യേക മഷിയിലെ തന്മാത്രയിലെ ഇലക്ട്രോണുകൾക്ക് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ചാടാൻ കഴിയില്ല. കാരണം അതിന് മാത്രമുള്ള ഊർജം വിസിബിൾ പ്രകാശത്തിൻ്റെ കളറുകളിൽ ഇല്ല. അത്രയ്ക്ക് ഊർജം അൾട്രാവയലറ്റ് പ്രകാശത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അൾട്രാവയലറ്റ് പ്രകാശം അടിച്ചാൽ മാത്രമേ ഫ്ലൂറസെൻസ് എന്ന ഈ പ്രക്രിയ നടക്കൂ. അതാണ് ഈ മഷിയുടെ പ്രത്യേകത. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോണുകൾക്ക് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ചാടാൻ ഒരു നിശ്ചിത അളവിലുള്ള ഊർജം വേണം. ആ ഊർജം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വിസിബിൾ പ്രകാശത്തിന് ഫ്ലൂറസെൻസ് നടത്താൻ കഴിയാത്തത്. എന്നാൽ പ്രകാശം എന്നത് ഊർജത്തിൻ്റെ തുടർച്ചയായുള്ള ഒഴുക്കാണെങ്കിൽ, ഊർജം കുറവുള്ള പ്രകാശമാണെങ്കിൽ പോലും തുടർച്ചയായി കുറേ നേരം അടിച്ചു കഴിയുമ്പോൾ ഇലക്ട്രോണുകൾക്ക് ആവശ്യമായ ഊർജം കിട്ടേണ്ടതാണ്. അങ്ങനെ അവയ്ക്കൊരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ചാടാൻ കഴിയേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വിസിബിൾ പ്രകാശം കുറേ നേരം അടിച്ചു കഴിയുമ്പോൾ ആ അക്ഷരങ്ങൾ തെളിഞ്ഞു വരേണ്ടതാണ്. എന്നാൽ വിസിബിൾ പ്രകാശം എത്ര സമയം തുടർച്ചയായി അടിച്ചാലും ഈ പ്രതിഭാസം നടക്കുന്നില്ല. അതിനർത്ഥം പ്രകാശം എന്നത് ഊർജത്തിൻ്റെ തുടർച്ചയായുള്ള ഒഴുക്കല്ല എന്നാണ്. ഇനി പ്രകാശം ഊർജത്തിൻ്റെ തുടർച്ചയായുള്ള ഒഴുക്കല്ല, മറിച്ച് ഒരു നിശ്ചിത അളവിലുള്ള ഊർജത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് കരുതുക. ഈ ഓരോ ഊർജ കഷ്ണത്തിലും എത്ര ഊർജമുണ്ടെന്നുള്ളത് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അനുസരിച്ചിരിക്കും. അതായത് കളറിനെ അനുസരിച്ചിരിക്കും. ഇത്തരം ഊർജ കഷ്ണങ്ങളെയാണ് ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്നത്. ചുവപ്പ് പ്രകാശത്തിലെ ഓരോ ഊർജ കഷ്ണത്തിൻ്റെ അഥവാ ഫോട്ടോണിൻ്റെ കയ്യിലുള്ള ഊർജത്തിനേക്കാൾ കൂടുതലാണ് നീല പ്രകാശത്തിലെ ഓരോ ഫോട്ടോണിൻ്റെ കയ്യിലുമുള്ളത്. നമ്മുടെ മഷിയിലെ ഇലക്ട്രോണുകൾ ഒരു സമയത്ത് ഒരു ഫോട്ടോണുമായി മാത്രമേ ഇൻട്രാക്ട് ചെയ്യൂ. ഇലക്ട്രോണിന് അടുത്ത ഒരു എനർജി സ്റ്റേറ്റിലേക്ക് ചാടാൻ വേണ്ടത്ര ഊർജം ആ ഫോട്ടോണിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇലക്ട്രോൺ അത് സ്വീകരിക്കുകയും ചാടുകയും ചെയ്യും.
എന്നാൽ ഇലക്ട്രോണിന് തൊട്ടടുത്ത ലെവൽ വരെ ചാടാൻ ആവശ്യമായ ഊർജ്ജം ആ ഫോട്ടോണിൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഇലക്ട്രോണിന് ആ ഫോട്ടോണിൽ നിന്നും ഊർജ്ജം സ്വീകരിക്കാനേ കഴിയില്ല. കാരണം ആ ഊർജ്ജം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കാനും കഴിയില്ല, ആ കുറഞ്ഞ ഊർജ്ജം വെച്ച് അടുത്ത ലെവലിലേക്ക് ചാടാനും കഴിയില്ല. അപ്പോൾ കുറഞ്ഞ ഊർജ്ജമുള്ള ഫോട്ടോണുകൾ എത്ര അധികം എണ്ണം എത്ര അധികം സമയത്തേക്ക് അടിച്ചാലും ഒരൊറ്റ ഇലക്ട്രോണിന് പോലും ഉയർന്ന സ്റ്റേജിലേക്ക് ചാടാൻ കഴിയില്ല. എന്നാൽ അൾട്രാവയലറ്റ് പ്രകാശത്തിലെ ഓരോ ഫോട്ടോണുകളുടെ കയ്യിലും ഇലക്ട്രോണുകൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് ചാടാൻ ആവശ്യമായ ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോണുകളുടെ കയ്യിൽ നിന്നും ഊർജ്ജം സ്വീകരിച്ച് ഇലക്ട്രോണുകൾ ഉയർന്ന സ്റ്റേജിലേക്ക് ചാടും. അൾട്രാവയലറ്റ് പ്രകാശം എത്ര കുറവ് തീവ്രതയിൽ അടിച്ചാലും ഫ്ലൂറസൻസ് എന്ന പ്രക്രിയ നടക്കും. ആ മഷി പ്രകാശിക്കും. കാരണം പ്രകാശത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ ഫോട്ടോണുകളുടെ എണ്ണം മാത്രമേ കുറയുന്നുള്ളൂ. ഓരോ ഫോട്ടോണിൻ്റെ കയ്യിലുമുള്ള ഊർജ്ജം കുറയുന്നില്ല. അത് മാറുന്നത് പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം അഥവാ നിറം മാറുമ്പോൾ മാത്രമാണ്. ഇതിൽ നിന്നും പ്രകാശം എന്നത് ഊർജ്ജത്തിൻ്റെ തുടർച്ചയായുള്ള ഒഴുക്കല്ല, മറിച്ച് ഒരു നിശ്ചിത അളവിലുള്ള ഊർജ്ജത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളായ ഫോട്ടോണുകളുടെ ഒഴുക്കാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പ്രകാശത്തെക്കുറിച്ചുള്ള ഈ രീതിയിലുള്ള വിശദീകരണത്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹം ഈ രീതിയിൽ വിശദീകരിച്ചത് ഫ്ലൂറസൻസ് എന്ന പ്രതിഭാസമല്ല, മറിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന പ്രതിഭാസമാണെന്ന് മാത്രം. നമ്മൾ ഓരോ തവണയും അൾട്രാവയലറ്റ് പ്രകാശം ഉപയോഗിച്ച് ഒരു ഫ്ലൂറസൻ്റ് വസ്തുവിലേക്ക് നോക്കുമ്പോഴും പ്രകാശം ഒരു കണികയാണെന്ന് തെളിയിക്കപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രകാശം ഒരു തരംഗമാണെന്ന് നമ്മൾ ആദ്യത്തെ പരീക്ഷണം വഴി സ്ഥിരീകരിച്ചു. ഇതിൽ നിന്നും പ്രകാശം എന്നത് ഒരേ സമയം തരംഗവും കണികയുമാണെന്ന് തെളിഞ്ഞു. പ്രകാശത്തിൻ്റെ ഇരട്ട സ്വഭാവം നമ്മുടെ കൺമുമ്പിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, 1000 അഭിപ്രായങ്ങളെക്കാൾ വിലയുണ്ട് ഒരു പരീക്ഷണ ഫലത്തിന്. താങ്ക് യു.